അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് നമസ്കാരം. നവകേരള സദസ്സും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെയുള്ള കരിങ്കൊടിയും മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങൾ അന്തിച്ചർച്ചയിൽ പ്രമേയമായിട്ടുണ്ട് താനും. പക്ഷേ ഇന്ന് വീണ്ടും ഈ വിഷയം നമ്മൾ എടുക്കുന്നതിന് കാരണം തൊട്ടു മുമ്പ് നമ്മൾ കണ്ട ദൃശ്യങ്ങളാണ്. ആലപ്പുഴയിൽ തല്ലിച്ചതയ്ക്കപ്പെടുന്നത് KSUവിൻ്റെ കുറേ പ്രവർത്തകരാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. അതിന് ആരുടെയും മുൻകൂർ അനുമതി ആവശ്യമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അടക്കം ഇത്തരം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രതിഷേധങ്ങളോട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുമ്പോൾ എവിടെയാണ് ജനാധിപത്യം പുലരുന്നു എന്ന സ്വാഭാവിക ചോദ്യമാണ് ഉണ്ടാവുക. ഒപ്പം നവകേരള സദസ്സിൻ്റെ ശോഭ പോലും കെടുത്തുന്ന രീതിയിലേക്ക് ഈ നീക്കങ്ങൾ മാറുന്നുണ്ടോ എന്നതാണ്. ഇന്നത്തെ ദൃശ്യത്തിന് മറ്റൊരു പ്രസക്തി കൂടിയുണ്ട്. വാഹനത്തിന് നേരെ മുദ്രാവാക്യം വിളിച്ചെത്തുന്ന പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുന്നു. പിന്നീട് വരുന്ന മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരാണ് ആ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നത്. സ്വാഭാവികമായും ഇത് അതിര് കടന്നില്ലേ എന്ന തോന്നൽ ആർക്കുമുണ്ടാകും. ഈ വിഷയം തന്നെയാണ് ഞങ്ങൾക്കുമുണ്ടാകുന്ന സംശയം. മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർക്ക് ഇങ്ങനെ ആരെയും തല്ലിച്ചതയ്ക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്ന ചോദ്യം ഞങ്ങൾക്കുയരുന്നു. എന്തായാലും ആലപ്പുഴയിൽ ഇന്ന് കണ്ട കാഴ്ചകൾ എന്താണ് കേരള സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ന ചോദ്യവും ഉയരുന്നു. അന്തിച്ചർച്ച വിശദമായി പരിശോധിക്കുകയാണ്. എനിക്കൊപ്പം VV അരുണുണ്ട്, ശരണ്യ സ്നേഹജനുണ്ട്, അനീഷ് കുമാറുണ്ട്. ആദ്യം ശരണ്യ, ഇന്നത്തെ ഒരു പകൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കണ്ടതാണ്, ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ശരണ്യ വിശദമായി റിപ്പോർട്ട് ചെയ്തതുമാണ്. ആലപ്പുഴയിലേക്ക് നവകേരള സദസ്സ് എത്തിയപ്പോൾ മറ്റ് ജില്ലകളിലെ പ്രതിഷേധങ്ങൾ പലകുറി നമ്മൾ കണ്ടു. അവിടെ സമ്മർദ്ദവും മർദ്ദന കാഴ്ചകളും അതിന് സർക്കാരിൻ്റെ മറുപടിയും പ്രതിപക്ഷത്തിൻ്റെ മറുപടിയും ഒക്കെ കണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ആ ദൃശ്യത്തിൽ വളരെ പകപോക്കുന്ന തരത്തിലുള്ള ഒരു മർദ്ദന മുറയാണ് അവിടെ ഉണ്ടാവുന്നത്. ജനാധിപത്യത്തിൽ ഇത് ഭൂഷണമാണോ എന്ന ചോദ്യത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന കൃത്യമായ മറുപടി തന്നെ നമുക്കിവിടെ പറയാനുണ്ടാകും. യഥാർത്ഥത്തിൽ എന്താണ് ശരണ്യ അവിടെ സംഭവിച്ചത്? ഈ പ്രതിഷേധക്കാർ വാഹനത്തിന് സമീപത്തേക്ക് വരുന്നതും അവരെ പിടിച്ചു മാറ്റുന്നതും കാണാം. പിന്നീടാണ് ഈ മർദ്ദനം അവിടെ നടക്കുന്നത്. സജിത്ത്, തീർച്ചയായിട്ടും നമുക്കറിയാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് ഒരിക്കലും എതിരല്ല, സർക്കാർ എതിരല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കം പറയുന്നത്. പക്ഷേ ഇന്ന് ആലപ്പുഴയിൽ സംഭവിച്ചത് അതിന് തികച്ചും വിരുദ്ധമായ ജനാധിപത്യ സ്വഭാവം ഒട്ടുമില്ലാത്ത രീതിയിലുള്ള ഒരു ആക്രമണ സ്വഭാവത്തോടു കൂടിയ ഒരു പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ആലപ്പുഴയിൽ ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ സംഭവം നടക്കുന്നത് വൈകിട്ടോടെയാണ്. അതായത് ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയുടെ സദസ്സ് SDV സ്കൂൾ ഗ്രൗണ്ട് ആയിരുന്നു. ആ മൈതാനത്ത് നിന്നും പിന്നീട് വാഹനം പോകുന്ന, അതായത് ഈ വാഹനം മന്ത്രിമാരടങ്ങുന്ന വാഹനം കടന്നു പോകുന്ന വഴിയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഒരാൾ KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയായ AD തോമസ്, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായ അജയ്, ഇവർ രണ്ടുപേരും റോഡിന്റെ അരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. അവർ വാഹനത്തിന് മുന്നിലേക്ക് കടക്കാനോ മറ്റൊന്നും ശ്രമിച്ചിട്ടില്ല. മറിച്ച് ഇവർ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നുകൊണ്ട് റോഡിന്റെ, ആലപ്പുഴ ജില്ലയിൽ തന്നെ ആലപ്പുഴ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനാണിത്, അവിടെ നിന്നുകൊണ്ട് ആ റോഡിന്റെ അരികിൽ നിന്നുകൊണ്ടാണ് അവര് മുദ്രാവാക്യം വിളിച്ച് അവിടെ പ്രതിഷേധിക്കുന്നത്.
തുടർന്ന് നമ്മൾ ദൃശ്യങ്ങൾ കാണാം, ലോക്കൽ പോലീസ് ആദ്യം എത്തുന്നു. അവിടെ പോകുന്ന വഴിക്ക് എല്ലാം വലിയ പോലീസ് സന്നാഹമാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്ന വഴികളിലെല്ലാം വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ആലപ്പുഴയിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ പോലീസുകാർ, ലോക്കൽ പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇവരെ പിടിച്ചു മാറ്റുമ്പോൾ തന്നെ അവർ വലിയ പ്രതിഷേധങ്ങൾക്കൊന്നും മുതിരാതെ തന്നെ അവർ രണ്ടുപേരും അരികിലേക്ക് മാറുന്നു. തുടർന്നാണ് ഈ സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ അകമ്പടി പോകുന്ന ഗൺമാൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനം അവിടെ കൊണ്ട് നിർത്തുന്നു. തുടർന്ന് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ ഈ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അവർ ലാത്തി കൊണ്ട് ആദ്യം, അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ലാത്തി കൊണ്ട് ആദ്യം തലയ്ക്ക് അടിക്കുന്നത്. ആ തോമസിന്റെ തലയ്ക്ക് ആദ്യം അടിയേൽക്കുന്നു. ഇവരെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ ലോക്കൽ പോലീസ് പിടിക്കുമ്പോൾ തന്നെ ഈ രണ്ട് ചെറുപ്പക്കാരും താഴേക്ക് വീഴുന്നുണ്ട്. ഈ വീണ് കിടക്കുന്ന മനുഷ്യരെയാണ് ഇവർ വളഞ്ഞിട്ടടിച്ചത് എന്നുള്ളതാണ്. ആ അടിയുടെ ഒരു രീതി കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം വിദ്വേഷത്തോടെയാണ് അവർ ആ ചെറുപ്പക്കാരെ അടിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യ അടിയിൽ തന്നെ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടിച്ച ആദ്യ അടിയിൽ തന്നെ ഈ തോമസിന്റെ തല പൊട്ടുകയും രക്തം ഒഴുകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ രണ്ട് ചെറുപ്പക്കാരും നിലത്ത് കിടന്നുകൊണ്ട് അടിക്കരുതെന്ന് പറയുമ്പോൾ പുറകെ വന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, ഈ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സുരക്ഷാ അകമ്പടി പോകുന്ന മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരം തൊട്ട് അല്ലെങ്കിൽ യാത്ര തുടങ്ങുമ്പോൾ തൊട്ട് അവർ ഫോളോ ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥരാണ് ഈ ചെറുപ്പക്കാരെ അടിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ കാറ് വന്ന് അപ്രതീക്ഷിതമായി നിൽക്കുന്നു. ലോക്കൽ പോലീസ് ആദ്യം ഈ ചെറുപ്പക്കാരെ അടിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ പോലീസുകാർക്കും അടി കിട്ടുന്നുണ്ട്. ഇവർ പിന്നീട് നിസ്സഹായരായി ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ മാറി നിൽക്കുകയും അതിന് ആ മറ്റുള്ളവർ ചെയ്യുന്നത്, അതായത് ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ടടിക്കുമ്പോൾ അവർക്ക് ആദ്യം തടയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് മാറി നിന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരെ അടിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമാണ് അവർക്ക് കഴിയുന്നത്. അതിനുശേഷം ഇവർ എടുത്തുകൊണ്ട് പോകുന്നു. ഈ ലോക്കൽ പോലീസായിട്ടുള്ള ആൾക്കാർ ഇവരെ ഒന്ന് കൈവെക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവരെ സാധാരണ രീതിയിൽ പിടിച്ചു മാറ്റുകയാണ്. ടീമിനൊപ്പം വ്യക്തവുമാണ്. അതാണ് ശരണ്യ. ഞാൻ ശരണ്യയിലേക്ക് വരാം. അരുണ്, ഇന്ന് SFI KSU പ്രവർത്തകർ, നാളെ SFI പ്രവർത്തകർക്കും ABVP പ്രവർത്തകർക്കും ഇതുപോലെ മർദ്ദനമേറ്റാൽ നമ്മൾ ഇതേ നിലപാട് തന്നെ എടുക്കും. അതിലൊരു തർക്കവുമില്ല. നമുക്കിന്നിത് വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് തന്നെ അത്ര ക്രൂരമായ ഒരു മർദ്ദനം, അതായത് ഒരുപക്ഷെ ഒരു സമര രീതിയോട് ഒട്ടുമേ യോജിക്കാത്ത രീതിയിലുള്ള ഒരു മർദ്ദനമുറ അവിടെ കണ്ടു എന്നതാണ്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വിഷയം എടുക്കുന്നത്. അരുണ്, എൻ്റെ സംശയം ഈ നവകേരള സദസ്സിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന രീതിയായി പോകുന്നുണ്ട് പൊതുവിൽ ഇത്തരം പ്രതിഷേധങ്ങളെ നേരിടുന്ന രീതി. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങളിൽ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്ഥിരം മറുപടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ CPM നേതൃത്വവും സർക്കാർ നേതൃത്വവും ഇത് അതിരുവിടുന്നു എന്ന കാര്യം അവർ ബോധ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അരുൺ? സത്യത്തെ നവകേരള സദസ്സിൻ്റെ യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ ആദ്യം പ്രതിഷേധമുണ്ടായത് കണ്ണൂർ അഴീക്കോടാണ്. CPMന്റെ കോട്ടയാണ് അവിടെ. അന്ന് അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് CPM DYFI പ്രവർത്തകരാണ്. അന്ന് പൂച്ചട്ടി കൊണ്ടുപോലും ആ തലക്കടിച്ച് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. അതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ച രീതിയാകാം ഒരുപക്ഷെ പിന്നീട് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ഈ DYFI CPM പ്രവർത്തകരെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇന്ന് കണ്ടത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ, അവരുടെ ജോലി മുഖ്യമന്ത്രിയുടെ സുരക്ഷ തന്നെയാണ്. മുഖ്യമന്ത്രിയെ സുരക്ഷിതമായി കൊണ്ടുപോവുക, എവിടെയെങ്കിലും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടായാൽ അവിടെ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തി അടുത്ത സ്ഥലത്തേക്ക് മാറ്റുക. അവർക്ക് ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ തടഞ്ഞു വയ്ക്കാൻ, പ്രതിഷേധക്കാരെ മർദ്ദിക്കാൻ, ഇങ്ങനെ ലാത്തി കൊണ്ട് തല അടിച്ചു പൊളിക്കാനുള്ള ഒരു അധികാരവുമില്ല എന്നത് വ്യക്തമാണ്. ക്രമസമാധാന പാലനമല്ല അവരുടെ ചുമതല. അവർ മുഖ്യമന്ത്രിയുടെ റിംഗ് റൗണ്ടിലുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. മുഖ്യമന്ത്രി അവിടെ നിന്ന് കടന്നുപോയാൽ സ്വാഭാവികമായി അതിനൊപ്പം പോവുക എന്നത് മാത്രമാണ് അവരുടെ ജോലി. മുഖ്യമന്ത്രിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ചെറുക്കുക. അവിടെ അവർക്ക് ഒരുപക്ഷെ ആയുധം ഉപയോഗിക്കേണ്ടി വരും. ഈ ലാത്തിയല്ല, ഒരുപക്ഷെ തോക്ക് വരെ അവർക്ക് ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അടുത്തെത്തി രണ്ട് ചെറുപ്പക്കാർ, രണ്ട് യുവാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണവർ. മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ വാഹനം കടന്നു പോകുന്നു. ലോക്കൽ പോലീസ് അവരെ ശരണ് പറഞ്ഞതുപോലെ തടഞ്ഞു വയ്ക്കുന്നു. അവിടെ ആ പ്രശ്നം അവസാനിക്കാം. അല്ലെങ്കിൽ ലോക്കൽ പോലീസിന് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാം, അവർക്കെതിരെ മറ്റ് നിയമ നടപടി സ്വീകരിക്കാം. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷരായി പോകുന്ന ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഇവരെ മർദ്ദിക്കാനുള്ള അധികാരം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവർ മുഖ്യമന്ത്രി കടന്നുപോയാൽ പിന്നെ അവർ നിൽക്കാൻ പോലും പാടില്ലാത്തവരാണ്, മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കേണ്ടവരാണ്.
മുഖ്യമന്ത്രിക്ക് ഒപ്പം സഞ്ചരിക്കേണ്ടവർ അവിടെ നിന്ന് ഇറങ്ങി ലാത്തിയുമായാണ് അവർ ഇറങ്ങുന്നത്. ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ഇവരുടെ വാഹനത്തിനുള്ളിൽ ഇത്തരത്തിൽ ലാത്തി ഉപയോഗിച്ചു. അങ്ങനെ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ലാത്തി കൊണ്ട് നടക്കാനുള്ള അധികാരമുണ്ടോ എന്ന ചോദ്യമൊക്കെ ഇനിയും നിയമ വിദഗ്ധർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയേണ്ടതാണ്. അത്തരത്തിൽ ലാത്തി കൊണ്ട് ഇറങ്ങി വന്ന് അടിച്ച് തല പൊളിക്കാൻ ഉള്ള അധികാരം അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു, ആരതിന് ധൈര്യം നൽകി എന്ന ചോദ്യമാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും ഇവർക്കെതിരെ നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടി വരും. പോലീസിന് അത്തരത്തിൽ നിയമപരമായി കൃത്യമായി പോവുകയാണെങ്കിൽ അവർക്ക് ഇതിനുള്ള അധികാരമില്ല എന്ന് വ്യക്തമാണ്. ഇത് ഇങ്ങനെ അടിച്ചൊതുക്കാനുള്ള നീക്കമാണെങ്കിൽ ഒരുപക്ഷേ ഈ സമരങ്ങൾ കൂടുതൽ ശക്തമാകുന്ന ഇനിയും ആലപ്പുഴ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും ദിവസം കൊണ്ട് തിരുവനന്തപുരം വരെ എത്താൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി ഇത്തരത്തിൽ സമരക്കാർ അടിച്ചൊതുക്കാൻ ഇറങ്ങിയാൽ അത് തീർച്ചയായും സഹിത് നേരെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയായി തീരും. മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ജനാധിപത്യ പ്രതിഷേധങ്ങളെ ഞങ്ങൾ അങ്ങനെ നോക്കിക്കാണും, സഹിഷ്ണുതയോടെ നോക്കിക്കാണും, അതിനെതിരെ ഒരു തരത്തിൽ നടപടി ഉണ്ടാകില്ല. അങ്ങനെയല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. പാർട്ടിക്കാരുടെ രക്ഷാപ്രവർത്തനം, ഡിവൈഎഫ്ഐക്കാരുടെ രക്ഷാപ്രവർത്തനം മാറി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും രക്ഷാപ്രവർത്തനത്തിന് ആയുധവുമായി ലാത്തിയുമായി തെരുവിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്. ശരി, അനീഷ് കൂടിയുണ്ട്. അനീഷ്, ഈ അന്തിച്ചർച്ച കയറുന്നതിന് മുമ്പായി തന്നെ അനീഷ് ഈ ആലപ്പുഴ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനീഷിൻ്റെ ഫേസ്ബുക്കിലുള്ള പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അനീഷിൻ്റെ വൈകാരികമായ എഴുത്തും ഞാൻ കണ്ടു. അനീഷ്, സ്വാഭാവികമാണ്, നമുക്കെല്ലാവർക്കും തോന്നിപ്പോകും. എൻ്റെ ഒരു സംശയം, ഈ പ്രതിഷേധം പരിധി കടക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം അതിന് സ്വാഭാവികമായും അംഗരക്ഷകർക്കോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ ആ തരത്തിലുള്ള ഇടപെടൽ വേണ്ടി വരും. പക്ഷേ ഇന്നത്തെ കാഴ്ച അതായിരുന്നില്ല എന്നതാണ് നമുക്കിത് ഏറ്റെടുക്കേണ്ടി വരുന്നത്. കാരണം മുദ്രാവാക്യം വിളിക്കുന്നു, അവരെ ലോക്കൽ പോലീസ് എടുത്തു മാറ്റുന്നു, പിന്നീട് ഒരു വാശി തീർക്കുന്നത് പോലെ പിന്നീട് കുറേ ആളുകൾ വന്ന് അവരെ അങ്ങ് ആക്രമിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരു കാഴ്ചയായി മുന്നോട്ട് പോയാൽ ഇത് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്നതുണ്ട്. ഒപ്പം തന്നെ അനീഷിന് തോന്നിയ പോലെ തന്നെ സാധാരണ ആളുകൾക്കും തോന്നില്ല, ഇത്ര ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അത് സർക്കാരിനെതിരായ ഒരു വികാരമായി തന്നെ മാറില്ലേ അനീഷ് എങ്ങനെ കാണുന്നു അതിനെ? സജിത്ത്, നമുക്കറിയാം, നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നിരവധി തലങ്ങളിൽ ഈ ലാത്തി ചാർജുകൾ, ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധങ്ങൾ എന്നിവയൊക്കെ കാണാറുണ്ട്. പക്ഷേ രണ്ട് യുവാക്കൾ താഴെ വീണ് കിടക്കുമ്പോൾ വാശി കൊണ്ട് അടിക്കുന്ന മാതിരി ഈ അംഗരക്ഷകർ അവരുടെ മുഖഭാവങ്ങളിൽ തന്നെ വ്യക്തമാണ് അവരെന്തോ പക തീർക്കാൻ എത്തുന്ന രീതിയിലുള്ള അടിയടിക്കുന്നു. നമുക്കറിയാം, ഒരുപക്ഷെ ഏറ്റവും അധികം ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാലം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ആ സോളാർ ബാർക്കോഴ സമരകാലത്താണ്. അന്ന് ഡിവൈഎഫ്ഐക്കാർ എല്ലാ ദിവസവും ഏതാണ്ട് ഉമ്മൻചാണ്ടിക്കും കെ എം മാണിക്കുമെതിരെ സമരം നടത്തിയിരുന്ന കാലമുണ്ട്. അന്ന് ഏതാണ്ട് എല്ലാ പ്രതിഷേധങ്ങളും കവർ ചെയ്യാൻ ഞാനടക്കം പോയിട്ടുമുണ്ട്. അന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ ജനക്കൂട്ടമായി വന്ന് കരിങ്കൊടിയുമായി നിൽക്കുമ്പോൾ അവർക്കിടയിലൂടെ ചിരിച്ചുകൊണ്ട് കൈകാട്ടി പോകുന്ന ഉമ്മൻചാണ്ടി എന്ന അന്നത്തെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയല്ലാതെ ക്രൂരമായ മർദ്ദനങ്ങൾ അന്നൊന്നും ഒരു സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒന്നും രണ്ടും പോയിന്റിലൊന്നുമല്ല. അന്ന് ഉമ്മൻചാണ്ടി പോകുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ശനി ഞായർ ദിനങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി കോട്ടയത്ത് ഉണ്ടാവും, കെ മാണിയും കോട്ടയത്തുണ്ടാവും. ഈ ദിവസങ്ങളിൽ ഏതാണ്ട് ഇവർ പോകുന്ന എല്ലാ ഇടങ്ങളിലും ഈ കരിങ്കൊടി പ്രതിഷേധക്കാർ ഉണ്ടാവാറുണ്ട്. ഉമ്മൻചാണ്ടിയുടെയൊക്കെ ചില പരിപാടികൾ പോലും ഈ പ്രതിഷേധക്കാരെ ഭയന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് കണക്കിലെടുത്ത് ഉമ്മൻചാണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് പോലീസ് പറയും, ഉമ്മൻചാണ്ടി സ്വയം മാറ്റിയതല്ല, പോലീസ് പറയുമ്പോൾ എന്നാൽ വാശി പിടിച്ച് ആ സ്ഥലത്തേക്ക് പോകുന്ന നടപടിയല്ല, മറിച്ച് അവർ പ്രതിഷേധക്കാരുണ്ടെങ്കിൽ ഞാൻ മാറിയേക്കാം എന്ന രീതിയിൽ ഒഴിവാക്കി വിട്ട കാലമുണ്ട്. അതുകൊണ്ട് എല്ലാ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആ സമരങ്ങളേറെ നടത്തിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർക്കെന്നും പറയാൻ ഈ പോലീസിൻ്റെ അക്രമത്തിൻ്റെയും ലോക്കപ്പ് മർദ്ദനങ്ങളുടെയും ഒക്കെ കഥകളുണ്ട്. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പഴയ ചരിത്രം പങ്കുവെച്ച് പി രാജീവ്, അദ്ദേഹം വിദ്യാർത്ഥി ആയിരുന്ന കാലത്ത് ഒരു സമരത്തിൽ പങ്കെടുത്ത ഷർട്ടൊക്കെ കീറി രക്തമൊലിപ്പിച്ചു വരുന്നൊരു ദൃശ്യങ്ങളൊക്കെ പങ്കുവെച്ച് അത്തരത്തിൽ ഈ സമര തീക്ഷ്ണമായ ഒരു കാലത്തിൽ നിന്നും ഏറെ പോലീസിൻ്റെ മർദ്ദനങ്ങളൊക്കെ എത്തി അധികാരത്തിലേക്ക് എത്തിയ ആളുകളാണ് ഇവരിൽ പലരും. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾ എങ്ങനെയാണ് മറുപക്ഷത്തുള്ള ആളുകളെ ഇത്തരം രീതിയിൽ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾക്ക് അനുവദിക്കില്ല എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ആദ്യമൊക്കെ വിശേഷിപ്പിച്ചത് ഗറില്ല സമര രീതിയിൽ ഈ വാഹനങ്ങളിലേക്ക് ചാടി വീണ് ഈ ആത്മഹത്യാ സ്ക്വാഡിനെ ഇറക്കുന്നു എന്ന തരത്തിലുള്ളൊക്കെ ആരോപണങ്ങൾ വന്നു. പക്ഷെ ഇത് നമുക്ക് കാണാം, വ്യക്തമായി തന്നെ കാണാം, ആ പ്രവർത്തകർ വഴിയോരത്ത് നിൽക്കുന്നു, അവരോടൊപ്പം ഗാർഡ് ചെയ്തെന്ന വണ്ണം ഈ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ലോക്കൽ പോലീസിലെ ആളുകൾ. അവരൊരു തരത്തിലും ഈ അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പോകുന്നില്ലെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ എന്തിനാണ് ഇത്ര ക്ഷുഭിതമായി ഈ അംഗരക്ഷക സംഘം അവിടേക്ക്
ഇറങ്ങുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ ലോക്കൽ പോലീസ് ഒരുപക്ഷെ നിസ്സഹായരായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പോലും പെട്ടെന്ന് ഒരു ഇച്ഛാഭംഗം വന്ന ഒരു പ്രതീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത് അങ്ങേയറ്റം ഈ സാധാരണക്കാരുടെ മനസ്സിൽ ഒരു രോക്ഷം വളരെ വലിയ രീതിയിൽ വളർത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കരുത്താർജിച്ചു വരുന്നത്. ഒരുപക്ഷെ ഈ പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെയും കേസിൻ്റെയും ഒക്കെ നേതൃത്വം അധികാരം ഏറ്റെടുത്ത ശേഷം അവർക്ക് ഈ സംഘടനയെ കുറച്ചുകൂടി വലിയ രീതിയിൽ കെട്ടിപ്പടുക്കാൻ ഈ സമരങ്ങൾ സഹായിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇനി നാളെ ഇന്ന് നടത്തിയ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയ സമരം ഒരുപക്ഷെ നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനി SFIയുടെ വകയാവും വരാൻ പോകുന്നത്. കാരണം SFI നേരത്തെ ഒരു വെല്ലുവിളി വിളിച്ചു. കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ഒരു വെല്ലുവിളി വിളിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ക്യാമ്പസിൽ കാലുറപ്പിക്കാൻ മാത്രമല്ല 3 ദിവസം ആ ക്യാമ്പസിൽ തന്നെ കിടന്ന് ഉറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം നാളെ വൈകുന്നേരം എത്തുന്നുണ്ട്. ഇന്ന് വലിയ പോലീസ് സന്നാഹമൊക്കെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തുകയും സ്ഥിതിഗതികളും ക്രമീകരണങ്ങളും ഒക്കെ വിലയിരുത്തുകയും ചെയ്തു. എന്തായാലും അവരും അടുത്ത സമരത്തിനായി, കരിങ്കൊടി പ്രതിഷേധത്തിനായി എത്തും. അവരോടും പോലീസ് ഇതേ നിലപാടാണോ സ്വീകരിക്കുക എന്ന് നമുക്ക് അനീഷ് പറഞ്ഞു നിർത്തിയെടുത്ത് എനിക്ക് മുമ്പ് തോന്നിയൊരു സംശയമാണ്. കാരണം യൂത്ത് കോൺഗ്രസ് പുതിയ നേതൃത്വം ഏറ്റു, അവർ സമരപരിപാടികളൊന്ന് സജീവമാക്കുന്ന ഘട്ടത്തിലാണ്. അപ്പം ഈ നവകേരള സദസ്സിൻ്റെ ശോഭ, ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയമുണ്ടല്ലോ. ഈ സമരത്തിന് പിന്നിലും രാഷ്ട്രീയമുണ്ട്, അതിനെ നേരിടുന്ന ശൈലിയിലും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ ശോഭ കെടുത്താനുള്ള ഒരു ആയുധമായി ഇത്തരം പ്രതിഷേധങ്ങളെ കാണുമ്പോൾ സർക്കാർ അതിൽ വീണു പോകുന്നു എന്നതാണ് ഇത്തരം മർദ്ദന രീതികളെയും പ്രതിരോധ രീതികളെയും നിന്നും എനിക്ക് ബോധ്യപ്പെടുന്നത്. ശരിക്കും ഇതിനെ, ഈ പ്രതിഷേധങ്ങളെ ആ വഴിക്കങ്ങ് വിട്ടാൽ തീരുന്നതായിരുന്നില്ലേ അരുണേ പ്രശ്നങ്ങൾ? തീർച്ചയായിട്ടും അവിടെ സർക്കാരിന് ആ രീതിയിലൊരു പിഴവ് പറ്റിയെന്നത് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ അഴീക്കോട് നടന്നതുപോലെ മുഖ്യമന്ത്രി വാഹനത്തിന് മുന്നിൽ ചാടിയുള്ള പ്രതിഷേധമൊക്കെ സ്വാഭാവികമായി അതൊരു കടന്ന കൈയായി നമുക്ക് കാണാൻ കഴിയും, വിലയിരുത്താനാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ വശത്ത് അവർ ഈ വാഹനത്തിനടുത്തേക്ക് ഓടുന്നുണ്ട്, പക്ഷേ വാഹനത്തിന് മുന്നിൽ ചാടുകയോ അല്ലെങ്കിൽ വാഹനത്തിൽ ആക്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വാഹനം കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് 2 മുദ്രാവാക്യം മുഴങ്ങിയാൽ എവിടെയാണ്, ആർക്കാണ് പൊള്ളുന്നത്? പലപ്പോഴും മുഖ്യമന്ത്രി ചോദിക്കാറുള്ളത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ പൊള്ളുന്നുണ്ടോ എന്ന. ഇവിടെ ആർക്കാണ് പൊള്ളുന്നതെന്ന ചോദ്യമാണ് ശരിക്കും ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ ഈ പ്രതിഷേധങ്ങളെ ഇങ്ങനെ ഈ രീതിയിൽ നേരിടുന്നതുകൊണ്ട് തന്നെയാകാം അനീഷ് സൂചിപ്പിച്ച ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരുടെ പുതിയ യൂത്ത് കോൺഗ്രസിലേക്ക് പുതിയ കമ്മിറ്റി വരുമ്പോൾ സ്വാഭാവിക വലിയ വിമർശനങ്ങൾക്ക് അവർക്കെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ അന്വേഷണമൊക്കെ തുടരുന്നു. എങ്കിലും അവർക്ക് കുറച്ചുകൂടി അവരുടെ സമരവീര്യം കൂട്ടാൻ മാത്രമേ ഇത്തരം തിരിച്ചടികൾ, അതായത് സമരത്തെ ഈ രീതിയിൽ നേരിട്ടാൽ സ്വാഭാവികമായും അങ്ങനെ അത് കേട്ട് മിണ്ടാതിരിക്കാൻ യുവജന സംഘടനകൾ തയ്യാറാകുമോ, അങ്ങനെ ഭയപ്പെട്ടോടാൻ ഇവർ തയ്യാറാകുമോ എന്ന ചോദ്യമൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് തന്നെ മറുപടി പറഞ്ഞു. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അതാണ്. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും അത് കൂടുതൽ ശക്തമാണ്. അത് യൂത്ത് കോൺഗ്രസ് ആയാലും DYFI ആയാലും SFIയും KSUവും ഒക്കെ അങ്ങനെ തന്നെ വളർന്ന സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള അടിച്ചമർത്തൽ അവരെ കൂടുതൽ ശക്തരാക്കാൻ, കൂടുതൽ സംഘടിതരാക്കാൻ, അവരുടെ സംഘടനയെ ചലിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. അവിടെ സർക്കാരിനെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നവർക്കൊക്കെ വീഴ്ച പറ്റിയെന്ന് തന്നെ പറയണം. സൈദ് സൂചിപ്പിച്ച പോലെ പ്രതിഷേധങ്ങളായി മാത്രം കണ്ട് വിട്ടുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് അഴീക്കോട് തുടങ്ങി ഒരുപക്ഷെ അടുത്ത ജില്ലയിലേക്ക് കടക്കുമ്പോൾ തന്നെ, കോഴിക്കോടൊക്കെ എത്തുമ്പോൾ തന്നെ ഒരുപക്ഷെ പൂർണ്ണമായും ഇല്ലാതായി. അതിന് പകരം ഈ രീതിയിൽ അടിച്ചമർത്താൻ പോകുമ്പോഴാണ് കൂടുതൽ ശക്തമായത് തിരിച്ചടിക്കുന്നത്. യെസ്, ശരണിയിലേക്ക് വളരെ വേഗത്തിൽ. ശരണിയെ, ചെറിയൊരു കാര്യം കൂടി, നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? കാണുന്നത് എവിടെ വെച്ചാണ്? സ്വാഭാവികമായും ഈ ചോദ്യം ആലപ്പുഴയിൽ ഉയരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. നാളെ ഇനി ചെങ്ങന്നൂരും ഒപ്പം കായംകുളവും മാവേലിക്കര മണ്ഡലങ്ങൾ, ഈ 3 മണ്ഡലങ്ങളിലാണ് പര്യടനം പൂർത്തിയാക്കി നാളെ പോകുന്നത്. നാളെയും സ്വാഭാവികമായും മാധ്യമങ്ങളെ രാവിലെ അദ്ദേഹം കാണും. എന്തായാലും ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. സജിത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഈ അക്രമങ്ങളുടെ തുടർച്ചയായി മറ്റൊരു സംഭവം കൂടി ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ തന്നെയാണ് KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ കൈതവനയിലെ വീട് CPM പ്രവർത്തകർ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ ഒരു 4 CPM പ്രവർത്തകരാണ് ഉള്ളതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലൊരു CPM പ്രവർത്തകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കൈതവനയിലും KSUവിന്റെ പ്രതിഷേധവും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തെ DYFIയും പോലീസും ചേർന്നാണ് അവിടെ തടയാൻ ശ്രമിച്ചത്. ആ സമരം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിലെ സമരത്തിൽ നിന്ന്, ജനലാശുപത്രി ജംഗ്ഷനിൽ നടന്ന സമരത്തിൽ നിന്ന് കുറച്ചുകൂടി തീവ്രമായ സമരമാണ് അടുത്ത ഘട്ടത്തിൽ കൈതവനയിൽ നടന്നത്. സ്വാഭാവികമായും ഇതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് അവിടെ കണ്ടതെന്ന് തന്നെ പറയാം. ആ സമരത്തെ KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും DYFI പ്രവർത്തകർ ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്നു.
പൂർണ്ണമായും കൈകാര്യം ചെയ്ത് തീർക്കാൻ കഴിയാത്ത ഒരു രോഷം കൊണ്ടാകും നേരെ പോയത് കൈതവനയിലെ KPCC ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹവും വീട്ടിലുണ്ടായ സമയത്ത് വീട് പൂർണ്ണമായും അവർ അടിച്ചു തകർത്തിട്ടുണ്ട്. ഞാൻ ശരണ്യ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി നാളെയും ഈ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. എന്താണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് എന്നതും നിർണായകമാണ്. പ്രതിഷേധം അത് ഏതെങ്കിലും ഒരാൾക്കെതിരെ ആവുമ്പോൾ മാത്രമല്ല ഞങ്ങളുടെയും ശബ്ദമുയരുക. അത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരം മർദ്ദന രീതികൾ അത് ആർക്കെതിരെ ഉണ്ടായാലും ഇത്തരം ശബ്ദങ്ങൾ ഉയരും, അത് ചോദ്യം ചെയ്യപ്പെടും. അന്തിച്ചർച്ച പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.